ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് തൊട്ടു മുൻപായി നടന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങളുടെ അനുസ്മരണമാണ് ഇന്ന് നാം ആഘോഷിക്കുന്ന പെസഹ വ്യാഴാഴ്ച. യേശുക്രിസ്തു അന്ന് തന്റെ ശിഷ്യന്മാരുമൊത്ത് അത്താഴം കഴിക്കുകയുണ്ടായി. ഇത് പിൽക്കാലത്ത് അന്ത്യ അത്താഴം എന്ന് അറിയപ്പെട്ടു. ആദ്യകാലങ്ങളിൽ പെസഹ ആചരിച്ചിരുന്നത് ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്നും ഇസ്രായേൽ ജനങ്ങളെ മോചിപ്പിച്ചതിന്റെ ഓർമ്മ ദിവസമായിരുന്നു. എന്നാൽ പാപത്തിൽ നിന്നുള്ള നിത്യമായ മോചനത്തിന്റെ അർത്ഥത്തിലേക്ക് പിന്നീട് പെസഹ യേശുക്രിസ്തു വഴി മാറി. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. തന്റെ കഷ്ടാനുഭവത്തിന് തൊട്ടു മുൻപ് ശിഷ്യന്മാരുമൊത്ത് പെസഹ ആഹാരം കഴിക്കുവാനും താനാണ് യഥാർത്ഥ പെസഹ കുഞ്ഞാടെന്ന് വെളിപ്പെടുത്തുവാനും യേശുക്രിസ്തു അതിയായി ആഗ്രഹിച്ചു. ഇതിനായി തന്റെ 12 ശിഷ്യന്മാരിൽ പത്രോസിനെയും യോഹന്നാനെയും പെസഹ ഒരുക്കുവാനായി യേശുക്രിസ്തു പറഞ്ഞയച്ചു. എന്നാൽ അവർ ഇത് എങ്ങനെയാണ് നിറവേറ്റേണ്ടതെന്ന് യേശുക്രിസ്തുവിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ യേശുക്രിസ്തു അതിന് മറുപടി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്ക് നേരെ വരും. നിങ്ങൾ അവനെ പിന്തുടരണം. ശേഷം അവൻ എവിടെയാണോ ചെന്ന് കയറുന്നത് അവിടുത്തെ ഗുരുവിനോട് നിങ്ങൾ ചോദിക്കണം, യേശുക്രിസ്തുവിന് തന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ആചരിക്കുന്നതിനുള്ള വിരുന്നുശാല എവിടെയാണ്? അപ്പോൾ അവർ നിങ്ങൾക്ക് അതിവിശാലമായ ഒരു മാളികാമുറി കാണിച്ചു തരും. അവിടെ നമുക്ക് വേണ്ടി ഒരുക്കാം. അങ്ങനെ അവിടെ അവർ പെസഹ ഒരുക്കുകയും ശേഷം സന്ധ്യയായപ്പോൾ യേശുവും 12 ശിഷ്യന്മാരുമൊത്ത് അവിടേക്ക് എത്തുകയും അവർ പെസഹ ആചരിക്കുവാനും തുടങ്ങി. അങ്ങനെ ഈ അന്ത്യാത്താഴ വേളയിൽ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയുണ്ടായി. അരയിൽ കെട്ടിയിരുന്ന തുണിയെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ തുടച്ചു. അങ്ങനെ ഇതിനായി യേശുക്രിസ്തു ശിമയോൻ പത്രോസിന്റെ അടുത്തേക്ക് എത്തി. എന്നാൽ പത്രോസ് ഇതിനെതിരെ യേശുക്രിസ്തുവിനോട് ചോദ്യം ചോദിക്കുകയുണ്ടായി. തങ്ങളുടെ ഗുരുവായ യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? മാത്രമല്ല തന്റെ പാദങ്ങൾ കഴുകരുതെന്ന് യേശുക്രിസ്തുവിനോട് പറയുകയും ചെയ്തു. എന്നാൽ ഞാനിത് ചെയ്തില്ല എങ്കിൽ നിനക്ക് എന്നോട് പങ്കില്ല എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഇത് കേട്ട പത്രോസ്, അങ്ങനെയാണെങ്കിൽ എന്റെ പാദങ്ങൾ മാത്രമല്ല കൈകളും ശിരസും കൂടി കഴുകണമെന്ന് യേശുക്രിസ്തുവിനോട് പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി, അവർ മുഴുവനും ശുചിയായിരിക്കും. എന്നാൽ നിങ്ങൾ എല്ലാവരുമല്ല. ഇത് തന്നെ ആരാണ് ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പരാമർശിച്ചതാണ്. മാത്രമല്ല നിങ്ങളുടെ ഗുരുവായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും അത് പരസ്പരം ചെയ്യുവാനും ഭൃത്യൻ യജമാനനേക്കാൾ വലുതല്ല, അതായത് അയച്ചവനേക്കാൾ വലുതല്ല അയക്കപ്പെട്ടവൻ എന്നും പറഞ്ഞു. ഇതിലൂടെ വിനയത്തിന്റെ മാതൃക കാണിച്ചു കൊടുക്കുകയും യജമാനൻ തന്നെയായിരിക്കും എന്നും വലിയവനെന്നും. ശേഷം അവർ എല്ലാവരും ചേർന്ന് അന്ത്യ അത്താഴം കഴിക്കുവാൻ ആരംഭിച്ചു. ഇതിനിടയിൽ യേശുക്രിസ്തു തന്റെ അപ്പവും മീനും എടുത്ത് ആശീർവദിക്കുകയുണ്ടായി. ശേഷം അവർക്ക് പങ്കിട്ട് നൽകുകയും ഇതെന്റെ ശരീരവും രക്തവുമാണെന്ന് സ്ഥാപിക്കുകയും എന്റെ 2ാം വരവ് വരെ നിങ്ങൾ ഇത് തുടരണമെന്നും യേശുക്രിസ്തു അരുളി ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു ഇതിലൂടെ വിശുദ്ധ കുർബാനയെ സ്ഥാപിച്ചു. ഈ വിശുദ്ധ കുർബാന എന്നും തുടർന്നു പോകുന്നു. ഇതിനുശേഷം ആരാണ് തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നതെന്ന് യേശുക്രിസ്തു പ്രവചിക്കുകയുണ്ടായി. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇത് കേട്ട് ശിഷ്യന്മാർ വല്ലാതെ ആശങ്കപ്പെട്ടു. അവർ പരസ്പരം മുഖാമുഖം നോക്കി. തങ്ങളുടെ പ്രിയ ഗുരുനാഥനെ ആരാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നതെന്ന് അവർ ചിന്തിക്കുകയുണ്ടായി. അത് ഞാനല്ലല്ലോ എന്ന് യേശുക്രിസ്തുവിനോട് അവർ ചോദിച്ചു. അപ്പോൾ ഇതിന് മറുപടിയായി യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ 12 പേരിൽ എന്നോടൊപ്പം കൈമുക്കുന്നവൻ തന്നെ. മാത്രമല്ല താൻ ആർക്ക് അപ്പകഷ്ണം മുറിച്ചു കൊടുക്കുന്നുവോ അവൻ തന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശുക്രിസ്തു പ്രവചിച്ചു. ശേഷം അപ്പം എടുത്ത് യൂദാസിന് കൊടുത്തു. ഇതിനുശേഷം യൂദാസ് യേശുക്രിസ്തുവിനോട് അനുവാദം വാങ്ങി അവിടെ നിന്നും മടങ്ങി. യൂദാസ് പോയത് യേശുക്രിസ്തുവിനെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടിയായിരുന്നു. ശേഷം യേശുവും ശിഷ്യന്മാരും അവിടെ നിന്ന് മടങ്ങി ഗെത്സമൻ തോട്ടത്തിലേക്ക് മടങ്ങുകയും ചെയ്തു. അവിടെ വെച്ച് യൂദാസ് യേശുവിനെ ഒറ്റുകൊടുക്കുകയും യേശു അവിടെ നിന്ന് തടവിലാക്കപ്പെടുകയും ചെയ്തു. പിന്നീടുള്ള ചരിത്രം ദുഃഖവെള്ളിയുടെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. അതുവരെയ്ക്കും എല്ലാവർക്കും നമസ്കാരം.